ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ബൈജുവും കിരണും പ്രകാശനും കൂടിയിട്ട് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ബൈജുവിനെ സ്നേഹിക്കുന്ന പെണ്ണ് ആരാണെന്നും അവന്റെ കല്യാണം ഉറപ്പിക്കാനും പെണ്ണ് കാണാനൊക്കെ വേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് സ്റ്റെഫി ആണെങ്കിൽ ചായയുമായിട്ട് വരുന്നുണ്ട്. സ്റ്റെഫി അകലിൽ നിന്ന് കാണുമ്പോഴേക്കും കിരണിന് ഒരു സംശയം. എന്തായാലും കിരൺ അത് സ്റ്റെഫി ആണെന്ന് സത്യം മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റെഫി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതെ എന്ന് പറയുകയാണ്. അന്ന് ഞങ്ങളുടെ കമ്പനിയിൽ കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ വേണ്ടി വന്നത്, പിന്നെ എന്തേ വരാഞ്ഞത്, പിന്നെ എന്താ കോണ്ടാക്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അപ്പൊ സ്റ്റെഫി എന്നല്ലല്ലോ ബൈജു പറഞ്ഞ പേര് എന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷി എന്നാണല്ലോ എന്ന് പറയുന്നുണ്ട് കിരൺ. അപ്പൊ പറയാണ്, എന്നെ വീട്ടിൽ വിളിക്കുന്നതാണ് സ്റ്റെഫി, അത് ഞാൻ ബൈജുവിനോട് പറഞ്ഞിരുന്നു എന്ന് പറയുന്ന സമയത്ത് ബൈജുവും പറയണം, അത് എന്നോട് പറഞ്ഞിരുന്നു അളിയ എന്ന് പറയാണ്. അങ്ങനെ ആ സമയം സ്റ്റെഫി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അങ്ങനെ ഒരു വർക്കിന് വേണ്ടി അവിടെ വന്നെങ്കിലും പിന്നെ അന്ന് ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ. ഞാൻ വിളിച്ച് സൈറ്റ് കാണാൻ വന്നപ്പോഴാണല്ലോ അവിടെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതിനുശേഷം പിന്നെ ഞാൻ ബൈജുവിനെ പരിചയപ്പെട്ടു. ബൈജു അപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കാഞ്ഞത്. ഇനിയിപ്പോൾ ബൈജുവും ഞാനും തമ്മിലുള്ള ബന്ധം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടല്ലേ, എന്തായാലും ഒരു ദിവസം അറിയും. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ മറച്ചു വെച്ചത്, ഞാനതുകൊണ്ടാണ് കോൾ എടുക്കാഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും കിരണിനെ ഇവള് പറഞ്ഞതൊക്കെ ഏകദേശം ഒന്ന് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും വിശ്വാസത്തിൽ എടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് എന്തായാലും നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ട നിലയ്ക്ക് നമുക്ക് അടുത്ത മാസം തന്നെ കല്യാണം നടത്താം, ഞങ്ങൾ എന്നാൽ അറിയിക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ആ ഗുണ്ടയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സ്റ്റെഫി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബൈജു യാത്ര പറഞ്ഞിട്ട് കൈവീശി കാണിക്കുന്നുണ്ട് സ്റ്റെഫി. അങ്ങനെ ബൈജു യാത്ര പറഞ്ഞ് വണ്ടിയിലേക്ക് കയറാൻ നിൽക്കുകയാണ്. ആ സമയത്താണ് ആ ഗുണ്ട പാഞ്ഞു വരുന്നത് കിരണിനെ ലക്ഷ്യമാക്കിയിട്ട്. അങ്ങനെ കിരണിനെ തട്ടി മാറ്റിയിട്ട് പ്രകാശൻ അവിടേക്ക് കയറി നിൽക്കുകയും പ്രകാശന്റെ വയറ്റിൽ കുത്തേൽക്കുകയും ചെയ്യുന്നുണ്ട്. അത് കണ്ട് ആകെ അമ്പരന്ന് പോവുകയാണ് കിരൺ അടക്കം എല്ലാവരും. എന്തായാലും ആ ഗുണ്ട ഓടി പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സ്റ്റെഫിയും തന്നെ സംശയിക്കാൻ ഇരിക്കണമല്ലോ, അതുകൊണ്ട് ഓടി വന്നിട്ട് എന്താ പറ്റിയതെന്നുള്ള രീതിയിൽ അവളും ഭയങ്കര കാര്യമായിട്ടൊക്കെ വെപ്രാളപ്പെടുന്നൊക്കെ ഉണ്ട്. എന്തായാലും ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പ്രകാശൻ എത്തിക്കുകയാണ്. പ്രകാശിന്റെ നില ഗുരുതരമാവുകയാണ്. എന്തായാലും ആ സമയത്ത് കല്യാണിയെ വിളിച്ച് ഈ ഒരു കാര്യം പറയുമ്പോൾ കല്യാണിക്ക് അത് ഭയങ്കര വിഷമാവുന്നുണ്ട്. അവൾ പൊട്ടിക്കരയുകയാണ്. ഹോസ്പിറ്റലിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വരുന്നുണ്ട്. അവൾ അപ്പോഴേ പറഞ്ഞായിരുന്നു അവളുടെ മനസ്സിനൊരു സുഖമില്ല, എന്തോ ഒരു നെഗറ്റീവ് പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇറങ്ങാൻ നേരം കിരണിന്റെ കാലൊന്ന് ഇടറി വീഴാൻ പോയല്ലോ, അപ്പോൾ അതൊക്കെ ദുസൂചനയാണെന്ന് അവൾക്കറിയാം. അതെന്തായാലും അതൊക്കെ ഇതിന് വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ ചോദിച്ച് അങ്ങനെ കല്യാണി ഇങ്ങനെ സംസാരിച്ച് വിഷമൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ പൊട്ടിക്കരയുന്നുണ്ട്. എന്തായാലും 3 പെൺമക്കളും പ്രകാശിന്റെ ഒപ്പം തന്നെയുണ്ട്. അതുപോലെ തന്നെ ദീപയും ലക്ഷ്മിയമ്മയും അവിടേക്ക് വരുന്നുണ്ട്. ദീപയെ കുറ്റപ്പെടുത്തുന്നുണ്ട് കല്യാണി. അമ്മ എപ്പോഴും അച്ഛനെ കുറ്റപ്പെടുത്തുന്നതല്ലേ, അച്ഛൻ നമ്മളെ ചതിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കിരണേട്ടനെ കിട്ടേണ്ട കുത്താണ് അച്ഛനെ ഏറ്റുവാങ്ങി കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് നാളെ കാണിക്കാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.